കൈ പൊട്ടുമില്ലാത്തൊരു അച്ചാർ ഏതാണെന്ന് പറയാമോ? വീഡിയോ കാണാം. വടുകപ്പുളി നാരങ്ങ അച്ചാർ. നാരങ്ങ തൊലി ചെത്തി കഷ്ണിച്ച് ഉപ്പ് കുടഞ്ഞ് 2 മണിക്കൂർ ഇവിടെ വെച്ചു. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം അരിഞ്ഞെടുത്തു. ഇത് നല്ലെണ്ണയിൽ വഴറ്റിയെടുക്കാം. നല്ലെണ്ണ ചൂടായി കടുകിടാം. കടുക് പൊട്ടി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ഇടാം. ഇത് വഴന്ന് വരട്ടെ. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം വഴന്നു. ഇനി തീ ഓഫാക്കിയതിന് ശേഷം 50 ഗ്രാം മുളക് പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്ത് വെച്ചത് ഇതങ്ങ് ഇളക്കിയെടുക്കാം. ഒരു നാരങ്ങ, അതൊരു 300 ഗ്രാം അളവേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നാരങ്ങയുടെ അളവനുസരിച്ച് മസാലക്കൂട്ട് ചേർത്തെടുക്കണം. ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന വടുകപ്പുളി നാരങ്ങ അങ്ങിടാം. ഇട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. മുളക് പൊടിയൊക്കെ ചേർത്ത് യോജിപ്പിച്ചെടുത്തു. ഇത് 1 മണിക്കൂർ കഴിയുമ്പോൾ ഇതിൻ്റെ വെള്ളം ശരിക്കും ഊർന്നു വരും. കുറച്ച് വിനാഗിരി ഒഴിക്കാം. വിഷു സ്പെഷ്യൽ വടുകപ്പുളി നാരങ്ങ അച്ചാർ ഇവിടെ റെഡിയായി. ചാറ് വേണമെങ്കിൽ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ചേർക്കാം. ഞാനിവിടെ വെള്ളം ചേർത്തിട്ടില്ല. വെള്ളം നാളെ ആകുമ്പം ആകും ഇത്. ഓക്കെ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.